ഇപ്പോൾ സനോജ് പാമ്പാടിയിൽ നിന്ന് ചേരുന്നുണ്ട്. പാമ്പാടിയിൽ ഇപ്പോൾ സ്റ്റെഫിൻ എബ്രഹാമിൻ്റെ വീട്ടിലാണ് സനോജ് ഉള്ളത്. സനോജ്, ഇന്നലെ ഞാൻ ഓർക്കുന്നുണ്ട്, രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇതുപോലെ തന്നെ ഈ വിവരം അറിഞ്ഞ് സ്റ്റെഫിൻ്റെ വീട്ടിൽ സനോജ് പോയിരുന്നു. ഇപ്പോൾ ഈ വിവരം അറിഞ്ഞ് ബന്ധുക്കളൊക്കെ എത്തിത്തുടങ്ങിയോ? സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെയാണോ? എങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? കോട്ടയം ജില്ലയിൽ കുവൈറ്റിലുണ്ടായ അപകടത്തിൽ 3 പേരാണ് മരണമടഞ്ഞിട്ടുള്ളത്. കോട്ടയം പാമ്പാടി സ്വദേശിയായിട്ടുള്ള സ്റ്റെബിൻ, ഒപ്പം തന്നെ ചങ്ങനാശ്ശേരി തിത്താന സ്വദേശിയായിട്ടുള്ള ശ്രീഹരി, പായിപ്പാട് സ്വദേശിയായിട്ടുള്ള ഷിബു വർഗീസ്, ഈ 3 പേരാണ് മരണമടഞ്ഞത്. ഈ 3 പേരുടെയും മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. പക്ഷേ സംസ്കാരം ഈ 3 പേരുടെയും ഇന്ന് ഉണ്ടാവില്ല. ശ്രീഹരിയുടെ സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക. വിദേശത്തുള്ള ബന്ധുകൂടി നാട്ടിലെത്തിയതിനു ശേഷമാണ് ശ്രീഹരിയുടെ സംസ്കാരത്തെ സംബന്ധിച്ച് തീരുമാനമുണ്ടാവുക. അതുപോലെ തന്നെ പായിപ്പാട് സ്വദേശിയായിട്ടുള്ള ഷിബു വർഗീസിൻ്റെ സംസ്കാരം തിങ്കളാഴ്ചത്തേക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഷിബുവിൻ്റെ അമ്മാവനാണ് ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശിയായിട്ടുള്ള മറ്റൊരാൾ ഇതേ അപകടത്തിൽ മരണമടഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൂടി എത്തിച്ച ശേഷം ഈ 2 പേരുടെയും സംസ്കാരത്തെ സംബന്ധിച്ച് ബന്ധുക്കൾ കൂടി ആലോചിച്ചതിന് ശേഷമായിരിക്കും ഈ കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുക. ഇപ്പം ഞാൻ നിൽക്കുന്നത് കോട്ടയം പാമ്പാടി സ്വദേശിയായിട്ടുള്ള സ്റ്റെഫിൻ്റെ പാമ്പാടിയിലെ വസതിയിലാണ്. മന്ത്രി VN വാസവൻ്റെ വീടിൻ്റെ അടുത്തു തന്നെയാണ് ഈ സ്റ്റെഫിൻ്റെ വാടക വീട്. ഈ വീട്ടിലാണ് കഴിഞ്ഞ 13 വർഷക്കാലമായി സ്റ്റെഫിൻ താമസിക്കുന്നത്. സ്റ്റെഫിൻ്റെ മൃതദേഹം ഇപ്പോൾ നമുക്കറിയാം ഇവിടെ പന്തലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ബന്ധുമിത്രാദികളൊക്കെ വന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റെഫിൻ 3 സഹോദരങ്ങളായിരുന്നു. സ്റ്റെഫിനും ഒപ്പം തന്നെ സ്റ്റെഫിൻ്റെ കൂടെ മറ്റൊരു സഹോദരൻ കുവൈറ്റിൽ തന്നെ ഇതേ സ്ഥാപനത്തിൽ ജോലി നോക്കിയിരുന്നു. അതുപോലെ തന്നെ സ്റ്റെഫിൻ്റെ ഇളയ സഹോദരൻ ഇസ്രായേലിലായിരുന്നു, PhD ചെയ്യുകയാണ്. ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടി സ്റ്റെഫിൻ്റെ ഇളയ സഹോദരൻ നാട്ടിലെത്തിയിട്ടുണ്ട്. സ്റ്റെഫിൻ്റെ മൃതദേഹം ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ നിന്നും നാട്ടിലെത്തിക്കുമ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ 3 പേരുടെയും മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിക്കുക. നിലവിൽ ഈ സ്റ്റെഫിൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ച് വീട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത് തിങ്കളാഴ്ച രാവിലെ ഈ വീട്ടിലെത്തിക്കും മൃതദേഹം. അതിനുശേഷം പിന്നീട് ഇവിടെ പൊതുദർശനം ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റെഫിൻ്റെ ദീർഘനാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ളത്. ആ ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ടുള്ളത്. ആ വീടിൻ്റെ നിർമ്മാണവും പുരോഗതി ഓരോ ദിവസവും വീഡിയോ കോളിലൂടെ വീട്ടുകാരുമായും വിലയിരുത്തിയിരുന്നു സ്റ്റെഫിൻ. 6 മാസം മുമ്പ് നാട്ടിലെത്തിയപ്പോൾ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ടൈലുകളൊക്കെ എടുത്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ വീടിൻ്റെ വീട് പണി അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ആ വീട്ടിൽ അതായത് മൃതദേഹം അല്പനേരം കൊണ്ടുവച്ചതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് ബന്ധുമിത്രാദികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരത്ത്.